ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ സിപിഎമ്മിന് വൻ തിരിച്ചടി. മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും വിശാല പ്രതിപക്ഷ സഖ്യവുമായി ചേർന്ന് മത്സരിക്കാമെന്നുള്ള സിപിഎമ്മിന്റെ മോഹത്തിനാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. സിപിഎമ്മിന് വിജയസാധ്യതയുള്ള സീറ്റുകൾ നിഷേധിച്ചതിനാൽ ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് സിപിഎം പിന്മാറി. ഇതോടെ ഇരു സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം. മഹാരാഷ്ട്രയിൽ കോൺഗ്രസുമായുള്ള ചർച്ചയിൽ നാസിക് ജില്ലയിലെ ദിൻഡോറി സീറ്റ് എൻസിപിക്ക് നൽകാമെന്നായിരുന്നു ധാരണ. മഹാരാഷ്ട്രയിലെ കാർഷിക മേഖലയിലുള്ള പ്രധാന സീറ്റുകളിൽ ഒന്നാണ് ദിൻഡോറി. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക പ്രക്ഷോഭങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ കിസാൻ സഭയിലൂടെ സിപിഎമ്മിന് ഇവിടെ നല്ല സ്വാധീനമുണ്ടെന്ന വിലയിരുത്തലുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിജയസാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സീറ്റ് വേണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സീറ്റ് എൻസിപിക്ക് തന്നെ നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ ബീഹാറിലും മഹാരാഷ്ട്രയിലും സിപിഎം കോൺഗ്രസ് സഖ്യം പാളുകയും ചെയ്തു. നിലവിൽ ബംഗാളിലാണ് കോൺഗ്രസ് സിപിഎം സഖ്യമുള്ളത്. സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ത്രിപുരയും ബംഗാളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ അവിടുത്തെ ജനങ്ങൾ സിപിഎമ്മിനെ കൈവിട്ട അവസ്ഥയിലാണ്. അതിനുശേഷമാണ് സഖ്യവുമായി സിപിഎം മുന്നിട്ടിറങ്ങിയത്. ഇപ്പോൾ കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനങ്ങളിലും സിപിഎമ്മിന് ശക്തിയില്ല എന്നതാണ് സത്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതു മണ്ഡലത്തിലായാലും സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് സിപിഎമ്മിന് ക്ഷീണം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബീഹാറിലും മഹാരാഷ്ട്രയിലും സീറ്റ് നിഷേധിച്ചതോടെ സിപിഎമ്മിന് കനത്ത തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.